എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എനിക്കതിനെ സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണങ്ങളും നരേറ്റീവ് ഉണ്ടാക്കാൻ എളുപ്പമുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങൾക്കല്ല മുതിരുന്നത്. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രതിയുടെ, അയാളൊരു കുറ്റവാളിയാണ്, കുറ്റവാളിയായി തെളിയിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരാളാണ്. അതിൽ ആർക്കും ഒരു സംശയമില്ല. അപ്പോൾ ഈ കുറ്റവാളിയായ ഒരാൾക്ക് പരോൾ അനുഭവിക്കുന്ന അയാളുടെ സഹോദരി മരിച്ചതുമായി ബന്ധപ്പെട്ടോ മറ്റോ ഒരു പരോൾ അനുവദിക്കുകയും ആ പരോളിൻ്റെ കാലാവധി മാർച്ച് 3-ാം തീയതി വരെ നീട്ടിക്കൊടുക്കുകയും മറ്റോ ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. ഇതിൽ കേരള ഗവൺമെൻറ്റിനെ ഈ ഒരു വിഷയത്തിൽ കേരള ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ കേരള സർക്കാരിലേക്ക് ഈ വിഷയത്തിൻ്റെ കുന്തമന തിരിക്കുകയും ആ BJP-യുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഏതോ അവിഹിതമായിട്ടുള്ള എന്തോ ഒന്നുണ്ടെന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് നിങ്ങളെല്ലാം ലക്ഷ്യം വെക്കുന്നൊരു കാര്യം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഏതെങ്കിലും ആ ഒരു ജയിലിൻ്റെ അവരുടെ, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ കേരള ഗവൺമെൻറ്റിലെ ഏതെങ്കിലും മന്ത്രിമാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരോ ആരെങ്കിലും ഏതെങ്കിലും പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് പരോൾ അനുവദിച്ച് എന്നുള്ള രീതിയിൽ ഞാൻ ഏതായാലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ കേരളത്തിൽ ആരും വിശ്വസിക്കുകയില്ല. പക്ഷേ രാജേഷ്, അങ്ങനെ വിശ്വസിക്കുകയോ ചെയ്യുന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് രാജേഷ്. ഇവിടെ പ്രശ്നം അതല്ല. ഒരാൾക്ക് പരോൾ ലഭിക്കണമെങ്കിൽ DGP-യുടെ അനുവാദം വേണം, മറ്റൊന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ അനുവാദം വേണം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. ഇയാൾക്ക് എമർജൻസി ലീവ് കൊടുക്കുക എന്നുള്ളത് ജയിൽ ചട്ടങ്ങളിൽ ഉള്ളതാണ്. ഒരാൾ മരിക്കുമ്പോൾ കാണാൻ വേണ്ടി അവധി കൊടുക്കുക. പക്ഷേ അത് പരോളാക്കി ഒരു മാസത്തിൽ നീട്ടി കൊടുക്കണമെങ്കിൽ ആഭ്യന്തര വകുപ്പും ജയിൽ DGP-യും അറിയണം. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ജയിൽ അധികൃതരുടെ വിവേചനാധികാരത്തിന് പരിധിയിൽ നിൽക്കുന്നൊരു വിഷയത്തെ അതിൽ അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതികളോ എന്തെങ്കിലും തരത്തിൽ അതിനകത്ത് ചട്ടലംഘനം ഉണ്ടെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അത് അന്വേഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം എന്തായിരിക്കുന്നത്? അപ്പം നമ്മൾ പരോള് കൊടുത്തതല്ല, ഉദ്യോഗസ്ഥന്റെ തീരുമാനമല്ല. അതിൻ്റെതായിട്ടുള്ള ആഭ്യന്തര വകുപ്പിന് സേ വേണം. ആഭ്യന്തര വകുപ്പാണ് അത് അനുവദിക്കുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനം അതിൻ്റെ അകത്ത് ഉണ്ടായെങ്കിൽ അത് അന്വേഷിക്കട്ടെ. പക്ഷേ ഇവിടുത്തെ ഉന്നം എന്താണ്, ഇവിടുത്തെ ലക്ഷ്യം എന്താണ്? BJP-യുമായി ഇപ്പോൾ കോൺഗ്രസ്സിലെ ബഹുമാനപ്പെട്ട വസന്ത് ശ്രീയൊക്കെ പറയുന്ന ഒരു കാര്യം എന്താ? വസന്ത് ശ്രീയൊക്കെ പറയുന്നത് CPI-യുമായിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ LDF-യുമായിട്ട് BJP-ആയിട്ടുള്ള എന്തോ രഹസ്യ ബാന്ധവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തതെന്നാണ്. ഇത്തരത്തിലുള്ള സില്ലി അല്ല കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള സില്ലി അല്ല എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ഏത് മനുഷ്യർക്കും അറിയത്തില്ലാത്തത്. RSS-നോടും BJP-യോടും ഇതുപോലുള്ള സംഘപരിവാർ ശക്തിയോടും പൊരുതി നിന്നുകൊണ്ട് ഇത്തരം വലിയ ഒരുപാട് രക്തസാക്ഷിത്വങ്ങളെ ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ കേരളത്തിൻ്റെ മണ്ണിൽ വെച്ചുകൊണ്ട് കോലീബി സഖ്യത്തിൻ്റെ അടക്കം ചരിത്രം ഇവിടെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവും BJP-യും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വോട്ട് കച്ചവടത്തിന് വേണ്ടിയാണ് ഇത് ചെയ്ത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണിത്. പാലത്തായി കേസിലെ വിധി പുറത്തു വന്നപ്പോൾ തന്നെ ഈ ഒരു ഡീലിനെ കുറിച്ച് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പ്രതിപക്ഷം മാത്രമല്ല, ഈ പാലത്തായി കേസുമായി ബന്ധപ്പെട്ട ആളുകൾ ആരോപിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഈ പാലത്തായി കേസിന്റെ വിധി അങ്ങ് വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആ വിധിയിൽ വളരെ കൃത്യമായി പറയുന്നു, സാമൂഹിക നീതി വകുപ്പിന്റെ കൗൺസിലർമാർ മൊഴിയെടുപ്പ് എന്ന പേരിൽ ഈ ഇരയെ പീഡിപ്പിച്ച, മനുഷ്യത്വ വിരുദ്ധമായ ചോദ്യങ്ങൾ ചോദിച്ച് പീഡിപ്പിച്ച കഥകൾ ഈ വിധിന്യായത്തിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുമാത്രവുമല്ല, ഇതേക്കുറിച്ച് ഈ ഇരയുടെ മാതാവ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ശൈലജയ്ക്ക് ഇമെയിൽ വഴി ഒരു പരാതി കൊടുത്തിട്ട് ഇത്രയും നാളായിട്ടും, അതായത് 5 വർഷം കഴിഞ്ഞും അതിലൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനിയെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നു എന്ന് കോടതി വളരെ വിനയത്തോടെ മന്ത്രി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ആരോപണം ഉയരുന്നത്.